ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ പത്രവാർത്തയിലേക്ക് കടക്കുമ്പോൾ എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ കരുതിയത് PV അൻവറിൻ്റെ വാർത്തയായിരിക്കും ഇന്ന് പത്രങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുക എന്നാണ്. പക്ഷേ തന്ത്രപരമായ നീക്കത്തിലൂടെ 9 മണിക്ക് സർക്കാർ അത് പൊളിച്ചു. ശരിക്കും പറഞ്ഞാൽ PV അൻവറിൻ്റെ വാർത്ത മനോരമയിൽ ആദ്യ പേജിലേ ഇല്ല. മാതൃഭൂമിയിൽ PV അൻവറിൻ്റെ വാർത്ത വളരെ ചെറിയൊരു കോളം വാർത്തയായിട്ട്, ഒരൊറ്റ കോളം വാർത്തയായിട്ട് ഒരുങ്ങി കേട്ടോ. നമ്മൾ അടുത്ത വാർത്ത ഏതാണ് എടുക്കാൻ പോകുന്നത്. ഒരൊറ്റ കോളം വാർത്തയാണ്, ഒരൊറ്റ പാരഗ്രാഫേ ഉള്ളൂ മാതൃഭൂമിയിൽ. അതായത് PV അൻവറിൻ്റെ വിസിബിലിറ്റി അങ്ങ് കുറച്ചു ഈ ഒരൊറ്റ തീരുമാനം. അജിത് കുമാറായി എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട ലീഡ്. അതിൽ മനോരമ പറയുന്നത് ഒടുവിൽ കൈവിട്ടു എന്നാണ്, നോവിക്കാതെ മാറ്റി എന്നാണ് പറയുന്നത്. ദേശാഭിമാനി വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഈ ADGPക്കെതിരായ ആരോപണങ്ങളിൽ ചില വസ്തുതകളുണ്ടെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് തന്ന റിലീസിൽ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റുന്നു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ടി വി പ്രസാദ്? വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ പറഞ്ഞത് തന്നെയാണ് പോയിന്റ്. അതായത് അൻവറിൻ്റെ സമാന്തര പാർട്ടി പ്രഖ്യാപനമെന്നോ സംഘടന എന്നൊക്കെ പേരുള്ള ആ പ്രഖ്യാപനത്തിൻ്റെ വാർത്ത ഇതിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ് അരുൺ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് ഇന്നലെ വൈകിട്ടൊരു 7 മണിയോടുകൂടിയൊക്കെ ഈ പ്രഖ്യാപനം ഉണ്ടാവുന്നതാണ്. ഇന്നിപ്പോൾ പത്രങ്ങളുടെ വാർത്ത മാത്രമാണ് മൂടാൻ പറ്റിയത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അൻവറിൻ്റെ ഈ സംഘടനയുടെ ലൈവും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഈ വാർത്തയിലേക്ക് പോകുമായിരുന്നു എന്നതാണ്. ഒരുപാട് പേരങ്ങനെ കമൻറ്റ് ചെയ്യുന്നുമുണ്ടായിരുന്നു. എന്തായാലും ദേശാഭിമാനി പറഞ്ഞത് നമ്മൾ വളരെ വ്യക്തമായി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അരുണ് വായിച്ചു പ്രധാനപ്പെട്ട മാതൃഭൂമി, മനോരമ തുടങ്ങിയ പത്രങ്ങൾ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളത്. അരുൺ, ഒരു കാര്യം ഉറപ്പാണ്, CPIക്ക് അവകാശവാദം ഉന്നയിക്കാം, പ്രതിപക്ഷത്തിനും അവകാശവാദം ഉന്നയിക്കാം. പക്ഷേ അതിനെല്ലാം മുകളിലായി ഇത് അൻവർ ഉയർത്തിയ ആരോപണത്തിൻ്റെ മുകളിൽ നടന്ന അന്വേഷണമാണ് എന്നുള്ളതാണ്. ആ അന്വേഷണത്തിൻ്റെ മുകളിലാണ് SIT ഉണ്ടാകുന്നത്, അതിൻ്റെ മുകളിലാണ് റിപ്പോർട്ടുണ്ടാകുന്നത്. ദേശാഭിമാനി പറയുന്നത് പോലെ ADGPയുടെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിൽ ദേശാഭിമാനി തന്നെ പറയുമ്പോൾ സ്വാഭാവികമായി അൻവർ ഉയർത്തിയ ഏത് വിഷയത്തിലാണ്, ആ അന്വേഷണത്തിൽ എവിടെയാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ്. അരുൺ, നമ്മൾ കാണേണ്ടത് ഈ RSS നേതാക്കളെ കണ്ട വിവാദം വരുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ സ്വാഭാവികമായി RSSകാരെ കണ്ടത് അന്വേഷണത്തിൻ്റെ തുടക്ക പരിധിയിൽ ഈ അന്വേഷണത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പിന്നീട് ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായി ഉയർന്ന ആരോപണം എന്ന നിലയിൽ അതും ഇതിൻ്റെ പരിധിയിലേക്ക് വന്നു. ആ കണ്ടത് തെറ്റാണ് എന്ന് തന്നെയാണ് DGP തൻ്റെ റിപ്പോർട്ടിലും പറയുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഭാഗങ്ങൾ, അൻവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേതെങ്കിലും ഒരു ഭാഗത്തിൽ ADGP കുറ്റക്കാരനാണ്, അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അരുണ് പറഞ്ഞതുപോലെ ഓരോ പത്രവും വളരെ പ്രാധാന്യത്തോട് തന്നെയാണ് ADGPയുടെ മാറ്റത്തെ കാണുന്നത്. DGPയുടെ സൂപ്പർ DGP എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് മനോരമ. സൂപ്പർ DGP ആയ ADGP പുറത്തേക്ക് പോകുമ്പോൾ എന്നാണ് ഉപയോഗിച്ചത്. അതുപോലെ മാതൃഭൂമിയും ആ രീതിയിൽ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് വാർത്ത കൈകാര്യം ചെയ്തത്. വളരെ ആഴത്തിലുള്ള വിശകലനം തന്നെയാണ് പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ADGPയുടെ മാറ്റത്തെക്കുറിച്ച് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ ADGP ഒരു പ്രധാനപ്പെട്ട വിഷയമാകുമായിരിക്കും. എനിക്ക് തോന്നുന്നു ശൂന്യവേളയിൽ ഉന്നയിക്കാൻ പോകുന്നത് ADGP വിഷയമല്ലെന്ന് തോന്നുന്നു. മലപ്പുറം പരാമർശമായിരിക്കാനാണ് സാധ്യത. പക്ഷേ അപ്പോഴും ഇന്ന് ADGPയെ മാറ്റിയത് കൊണ്ട് സർക്കാരിന് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും അല്ലേ ടി വി പ്രസാദ്? അതെ അരുൺ. ഒരുപക്ഷെ മാറ്റിയില്ലായിരുന്നു എങ്കിലോ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇന്നലെ രാത്രി പതിവില്ലാത്ത രീതിയിൽ അവധി ദിവസമായിട്ട് കൂടി മുഖ്യമന്ത്രി വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് വന്നതും ഈ ഫയലിൽ നേരിട്ട് ഒപ്പുവെക്കുകയും എല്ലാം ചെയ്തത്. പ്രധാനമായും CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്. മാത്രമല്ല, നേരത്തെ പലതവണ ബിനോയ് വിശ്വവും മന്ത്രി K രാജനും ഉൾപ്പെടെയുള്ളവർ പരസ്യം പലതവണ പറയുകയും ചെയ്തു എന്തായാലും തിങ്കളാഴ്ചക്ക് മുമ്പ് നടപടി ഉണ്ടാകും എന്നുള്ളത്. സ്വാഭാവികമായി ഒരു ഘടകകക്ഷികൾ എന്ന നിലയിൽ അവരുടെ അഭിപ്രായത്തെ മാനിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം. അതുകൊണ്ട് അരുണ് പറഞ്ഞതുപോലെ ഒരല്പം കുറഞ്ഞേക്കാം ADGPക്കെതിരായ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പ്രതിരോധിക്കാനൊരു ആയുധമായി, അതുപോലെ പ്രതിപക്ഷത്തിന്റെ ആയുധത്തിന്റെ ഒരു മൂർച്ച അല്പം കുറയ്ക്കാനും പറ്റിയിട്ടുണ്ട്. വളരെ ശബ്ദായമാനമായ ഒരു നിയമസഭാ ദിനം ടി വി പ്രസാദിനും ആശംസിക്കുന്നു. ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ. നിയമസഭയിലൊക്കെ അടി അങ്ങോട്ട് മൂത്താൽ മാത്രമേ, അടിയെന്ന് ഉദ്ദേശിക്കുന്ന ഫിസിക്കലല്ല, ആശയപരമായ സംഘർഷം മൂത്താൽ മാത്രമേ നമുക്കൊരു കൗതുകം ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാം കാത്തിരിക്കുക. അപ്പോൾ ശരി, ടി വി പ്രസാദ് റെഡി ആയിക്കോ. രാവിലെ ഇനിയിപ്പോൾ നിയമസഭയിലേക്കൊക്കെ പോകണം, ടി വി പ്രസാദ് അടക്കമുള്ളവർ. അപ്പോൾ റെഡി ആയിക്കോളൂ, ഉഷാറാവട്ടെ കാര്യങ്ങളൊക്കെ. ചായയൊക്കെ കുടിച്ച് സൂപ്പറായി വരുമ്പോഴേക്കും ഞാൻ മറ്റു ചില വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് ADGPയുമായി ബന്ധപ്പെട്ട് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ സമഗ്രമായ ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്.